ഉണ്ടാക്കാൻ പോകുന്നതേ പേപ്പർ ഐസ്ക്രീമാണ്. കുട്ടികൾക്ക് നമ്മളെ പഞ്ഞുമുട്ടായും ഈ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നേ അവന്ന് ശ്രമിച്ചു നോക്കണേ. നമ്മള് കൊറേ പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. കൊറേ പേപ്പർ കീറിയോണ്ടേ അതങ്ങനെ സ്മൂത്ത് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് നമ്മള് കുറച്ച് ഞാൻ ബാഗിൽ തട്ടിക്കൊടുത്തോണ്ടേ കൊറേ അങ്ങോട്ട് പോകണം. ഞാൻ പേപ്പർ പിന്നെയും കീറേണ്ടി വന്നു. ഇനി ഇതും അവിടെ ആണെങ്കിൽ കൊറേ പേപ്പർ കീറിയ കൊറേ പേപ്പർ പോകും. അപ്പൊ ബുക്കിൽ എന്തൊരു കഴിക്കും നമ്മള്. എന്തുണ്ടാക്കണേ? ഞാൻ ഇപ്പൊ പേപ്പർ ഐസ്ക്രീം കുട്ടികൾക്കാ. കുറച്ചുകൂടെ അങ്ങോട്ട് കയറി പോട്ടെ. ഇത് നമുക്ക് കൊറേ പേപ്പർ കുട്ടികൾക്ക് ഇഷ്ടമാണ്. വലിയ ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസേ പനിയായോണ്ടേ പേപ്പർ പായസം ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. വേറൊന്നും ഉണ്ടാക്കി കൊടുക്കാത്ത? അത് പനിയായോണ്ടല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു പനിയൊക്കെ കുറഞ്ഞപ്പോ ഇന്ന് പേപ്പർ ഐസ്ക്രീം ഉണ്ടാക്കണം. എന്തൊക്കെ ഇടയില്? ആദ്യം നമുക്ക് പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പോയില്ലെങ്കിൽ കുറച്ച് തട്ടി കൊടുക്കണം. നമ്മളെ കുറെ പേപ്പർ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ആക്കി നമ്മൾ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് പോയി കിട്ടി. നമുക്ക് കുറച്ചുകൂടി പേപ്പർ ഇട്ട് കൊടുക്കാം. ഇത് കയ്യിൽ കുറേ പേപ്പർ ഉണ്ടാട്ടോ. അതുകൊണ്ട് തന്നെ ബുക്കിൽ നിന്ന് തന്നെ കീറി എടുക്കാന്ന് വിചാരിച്ചു. ഇല്ലാതെ ആ പേപ്പറിലാങ്ങാനും കീറിയ അതിന്റെ പടമൊക്കെ ഒന്ന് മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇതിൽ കീറി കുറച്ചുകൂടി നമ്മൾ തട്ടി കൊടുക്കാം. ഇത് നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങട്ട് എന്നിട്ട് നമുക്ക് തട്ടി കൊടുക്കാം. എന്തിനാ കുറേ പേപ്പർ ഇട്ടോ. ഒരു പേപ്പറേ കീറേണ്ടി വന്നു. ഇനി ബുക്ക് തീർന്നോ? കുറച്ചുകൂടെ ഉള്ളൂ. അതും കൂടെ എടുത്താൽ നമ്മള് പേപ്പർ പായസം പെട്ടെന്ന് റെഡിയാവും. സിമ്പിൾ അല്ലേ പേപ്പർ പായസോ ചേച്ചി പോയി പേപ്പർ ഐസ്ക്രീം. സിമ്പിൾ ആണോ? സിമ്പിൾ. കുറച്ച് പണിയെ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. കുറച്ചിങ്ങനെ തട്ടി കൊടുത്തിട്ട് പേപ്പറും കൂടി ഇട്ടോ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇല്ലേ? അപ്പോഴ ഐസ്ക്രീം റെഡി ആവല്ലേ? അല്ല, നമുക്ക് ഫ്രീസറിൽ വെക്കണം. രണ്ട് ഈ പഞ്ഞിമുട്ടായി വെച്ചിട്ടേ ഇങ്ങനെ അടച്ച് വെച്ചിട്ടേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഫ്രീസറിൽ കൊണ്ടുപോയി. എനിക്ക് ഐസ്ക്രീം ആയില്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം. ഐസ്ക്രീം ആയെന്നെങ്കിൽ കൊച്ചിന് കൊടുക്കാം. എത്ര മണിക്കൂർ വയ്ക്കണം? ഒരു 41 മണിയാകുമ്പോ 500 മണിക്കാകുമ്പോ ഈ ഐസ്ക്രീം റെഡി. 45 മണിക്കൂറാ? കൊറേ ദൂരം ഉണ്ട് കേട്ടോ ഉണ്ടാക്കാൻ. കുട്ടികളെ പേരൊന്നില്ലേ ഞാൻ ഉണ്ടാക്കി വേണ്ട. ഇതിന്റെ പേര് മിനിക്കുട്ടി. മിനിക്കുട്ടി അല്ല മിന്നുക്കുട്ടി. രണ്ടുപേരാ? അല്ല മിന്നുക്കുട്ടി. ഇതിന്റെ പേര് ബാഗ് ഇട്ടോണ്ട് നടക്കണ പേര് അനുരാധ. ഇതിന്റെ പേര് കണ്ണടച്ച് കിടക്കണ വാവ. കണ്ണടച്ചോണ്ട് പേര് വീട്ടിൽ വിളിക്കണ അതിലുഷ്. അല്ല, വീട്ടിൽ വിളിക്കണ പെൺകുട്ടിയുണ്ട്. കടയിൽ വിളിക്കണ സ്കൂളിൽ വിളിക്കണ ആദിക്കുട്ടൻ. ഇനി ഇതിന്റെ പേര് വലിപ്പമുള്ള പേര് മോന്നൊക്കെയാണോ പേരിടുന്ന? എന്റെ പേര് ഞാൻ മറന്നു. അതിലുഷ്. ഇനി ഇവിടെ ഇരുന്നു. ഇതിന്റെ പേര് ഞാൻ ഇടാൻ മറന്നോയാണ് ഇട്ട്. എന്റെ പേര് പിങ്കി മോൾ. ഇതിന്റെ പേര് കുഞ്ഞു വാവ. ഇത്രയേ ഉള്ളൂ. ഇത്ര പേര് റെഡി ആയില്ല. ഞാൻ ഫ്രീസറിൽ വെക്കാതെ പേര് പറയാൻ വന്നു. നമ്മൾ കുറച്ചുകൂടെ പേപ്പർ ഉണ്ട് കേട്ടോ. അതും കൂടെ കീറിയിട്ട് നമ്മളെ ഫ്രീസറിൽ വെച്ച് 30 മണിക്കൂർ വയ്ക്കണേ. 30 മണിയാവുമ്പോ വയ്ക്കണം. പിന്നെ നമ്മൾ ഐസ്ക്രീം ആയി വരണ 2 മിനിറ്റ് കൊണ്ട് 30 മണിക്കൂർ വായിക്കുന്നു. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് റെഡി ആവുമല്ലേ? 2 മിനിറ്റ് കൊണ്ട് റെഡി ആവും. കുറച്ചേ ഉള്ളൂ പേപ്പറിന്. അതുകൊണ്ട് കീറിട്ടാ ഫ്രീസറിൽ വെച്ചിട്ട് ഫില്ലാവും. നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. സോഫ്റ്റ് ആയിട്ട് കിട്ടും. വേറെ ഒന്നും ഇടണ്ട. നമ്മളെ കുറച്ച് പൊടി വാച്ചി
കുറച്ച് പൊടിയും ചോക്ലേറ്റ്സും അതൊക്കെ അതിൽ പിന്നെ ഇടാന്ന് വിചാരിച്ചു. കുഞ്ഞു പീസാക്കി നമുക്ക് അത് ഐസ്ക്രീം വന്നിട്ട് ഇടാം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇല്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ പാടാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണല്ലേ? കുട്ടികൾക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. ഞാൻ പനിയായോണ്ട് ഇട്ട് കൊടുക്കാറേയില്ല. എന്നും എന്നോട് പറയും പനിയുള്ള ദിവസം പേപ്പർ ഐസ്ക്രീം ഇതാ. അപ്പൊ ഞാൻ പേപ്പർ ഐസ്ക്രീം. അമ്മ ഡ്രൈവിങ്ങിന് പോയി. 2 മാസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഒരു മാസേ നമ്മളെ വീട്ടിൽ വരാവൂ. പിന്നെ 2 മാസം ഡ്രൈവിങ്ങിന് പോകണം. ഡ്രൈവിങ്ങിന് പലതൊക്കെ പഠിക്കും. നമുക്ക് കുറച്ചിട്ട് പഠിക്കാം. റെഡി ആയില്ല, കുറെ പേപ്പർ ഇട്ട് കൊടുക്കണം. ഇത്ര മതി. അതിന്റെ അടപ്പ് ഇവിടെ ഉണ്ടായിരുന്ന കണ്ടില്ല. നമുക്ക് അടപ്പ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. കുറച്ച് പാടൊക്കെ കളഞ്ഞില്ല, ചുമ്മാ ഇങ്ങനെ ആക്കിയേ ഉള്ളൂ. അപ്പൊ കളഞ്ഞൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇറക്കി അടിച്ചു വെച്ചിട്ട് നമുക്ക് ഈ പഞ്ഞിമിഠായി കവർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിടാം. നമുക്ക് ഫ്രീസറിൽ കൊണ്ട് വെച്ചിടാം. എന്തായാലും നമുക്ക് അറിയണ്ടേ എത്ര സമയം കഴിഞ്ഞാൽ നോക്കണം. ഇത് 34 മണിക്ക് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം. റെഡിയായോ? മക്കൾക്ക് തോരൻ കൂടി ഉണ്ടല്ലേ. ചെന്തിരി കുട്ടിയായി പെയിന്റൊക്കെ ഇട്ടിട്ട്. അയ്യോ, ഐസ്ക്രീം റെഡിയായെന്ന് നോക്കിയിട്ട് തരാം. പെട്ടെന്ന് റെഡിയാവും അത്. റെഡിയായി. അടിക്കണോണ്ടേ അതൊന്നും പറ്റില്ല. നമുക്ക് റെഡി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണം. സോഫ്റ്റ് ആയിട്ടാ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്ലൈ ചെയ്താ അയ്യോ, നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ആക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാം ഐസ്ക്രീം. എന്നാലല്ലേ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. എനിക്ക് നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കളറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇല്ലെങ്കിൽ കുഞ്ഞു ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണോണ്ടേ കുറച്ച് വെജിറ്റബിൾസും ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് നട്ട്സും അതൊക്കെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ കൊടുത്തു നോക്കി ഇതുപോലെ. ഞാൻ ഫുള്ള് ഞാൻ കുടിക്കാതെ കൊച്ചിനോടുത്ത് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞേ സ്മൂത്ത് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. വലിയ പീസാണ് അതെ, അത് കളയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പിസ്സ ആക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ കത്തി വേണം, കത്തി കണ്ടുപിടിക്കട്ടെ. കത്തി നമുക്ക് ഇങ്ങനെ കുഞ്ഞു പിസ്സാക്കി ഇട്ട് കൊടുക്കാം. ഇത് നല്ല കുഞ്ഞു പിസ്സാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടും. നമുക്ക് ഇവിടെ പിടിക്കാം. ഇത് നമുക്ക് കത്തി ഇവിടെ വയ്ക്കാം. നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാം. ഒരായി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കയ്യിൽ വന്നാൽ കുറച്ച് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കാം. പൊടി അങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് കുറച്ചുകൂടെ വെച്ചിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ ഇപ്പൊ ഇട്ടതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. ഇനിയും വയ്ക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. നമുക്ക് ഇതും കൂടെ വെച്ചു കൊടുക്കാം. അത് നമ്മൾ സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കാം. ഇനി കൊച്ചുമ്പോൾ വേണം. നമുക്ക് ഫ്രീസറിൽ ചെന്ന് നോക്കാം. കുറച്ചൊക്കെ റെഡിയായി. അത് സോഫ്റ്റ് ആയിട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ വെജിറ്റബിൾസ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് കൊച്ചിന് കൊണ്ട് കൊടുത്തു നോക്കാം. ഒരെണ്ണ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പിണങ്ങൂല. ഒരു ഗ്ലാസ്സിലും എല്ലാ ഗ്ലാസ്സിലും കൊടുക്കുമ്പോൾ അവർ പിണങ്ങും. ഈ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ അവർ കഴിക്കും. എല്ലാവരും കൂടെ വാരി എല്ലാവരും വയലിൽ വെച്ച് കൊടുത്ത് കഴിക്കും അല്ലേ. അമ്മ അങ്ങോട്ട് കുറച്ച് ഞങ്ങൾക്ക് തരാം. ഓരോ കുട്ടികളെ കൊടുത്താൽ മതി.
ആദ്യം അതിനെത്താ ആദ്യേ പേര് പറഞ്ഞ അടുത്തേരാ. ഞാൻ എന്റെ പേര് എന്തൊരു ഇതാ എന്തോ എങ്കിൽ നമുക്ക് പിങ്കി ബോൾ നമുക്ക് കഴിക്കാം. എന്താ ജ്യൂസ് പോലെ കൊടുത്താലേ അവിടെ കഴിക്കും. ഇനി അടുത്താൾ വാ. അയ്യോ അതെ വെജിറ്റബിൾസ് കഴിച്ചാ നന്നായി കഴിച്ചു വെജിറ്റബിൾസ് ഒക്കെ. ഇതാണെങ്കിൽ കഴിക്കൂ, ഇത് കഴിക്കൂ, എല്ലാരും കഴിക്കും അമ്മ. ഇത് കുഞ്ഞു കുട്ടിയല്ലേ? പക്ഷേ കുഞ്ഞുകുട്ടിക്ക് അടുക്കളയിൽ നിന്ന് എന്താ സൗണ്ട് കേട്ടു? എന്താ എന്തോ ഈ അടുക്കളയിൽ നിന്നാണ് നമുക്ക്. ഇനി അടുത്താൾ വാ. അടുത്താൾ അല്ല പേര് പറഞ്ഞില്ല. ഇത് അങ്ങനെ വാ. കുടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേര് പറഞ്ഞില്ല. ഇതിന്റെ പേര് അതിലുഷ്. ഇനി ഇതിന്റെ പേര് പിങ്കി ബോൾ. പയ്യെ പറയണേ. ഇതിന്റെ പേര് കണ്ണ് വയ്യാത്ത വാവ. എല്ലാവർക്കും കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് കുറച്ച് കഴിച്ചോക്കട്ടെ. സൂപ്പർ അമ്മ. യമ്മി. എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല. എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടപ്പെട്ടു. ശരി ശരി, ബൈ.